വണ്ടി ഒതുക്കറ ഇങ്ങോട്ട് ഇങ്ങോട്ട് എവിടെ നിന്ന് വരിക? എയർപോർട്ടിൽ നിന്ന്. സാർ എന്റെ വീട് ഇവിടെ അടുത്താണ് സാർ. RC ബുക്ക് ലൈസൻസും ഉണ്ട് സാർ. മറന്നുപോയതാ സാർ. വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരാൻ പറ, അല്ലെങ്കിൽ വണ്ടി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പോയി എടുത്തോണ്ട് വാ. ശരി സാർ. ഇവനെ ഊതിക്കേണ്ട ആവശ്യമില്ല. അതെ സാറേ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗിന്ന് എന്റെ ഭാര്യ പറയാറുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവാ. എത്രയാ ഫൈനെന്ന് അറിയോ? ഗവൺമെന്റ് ആണെങ്കിൽ 3000, ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ 100. നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എവിടാ ഹെൽമെറ്റ്? ഹെൽമെറ്റ് വാങ്ങിയിട്ടില്ല. RC ബുക്കോ, ലൈസൻസ്, അപ്പൊ ഇൻഷുറൻസോ? അതെന്താ? പിന്നെ എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഞാൻ തപ്പി നോക്കട്ടെ. നീ ഇത് എവിടെയാണ് കൈട്ട് നോക്കുന്നത്? ആഫ് വാങ്ങിയതാ, ക്വാർട്ടറായി. പോലീസുകാരനെ ഉപയോഗിച്ച എന്റെ സാറേ, ഞങ്ങൾ എത്ര അടിച്ചാലും സാറിന് തരണ്ടേ? 100 രൂപ എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോടാ. അതെ സാറേ, 100 രൂപ കൈക്കൂലി എന്നാ ഒരാഴ്ചത്തേക്ക് പിന്നെ പിടിക്കില്ലല്ലോ. പറഞ്ഞാ മനസ്സിലാവില്ല. സുഭാഷ്, എന്താ സുഭാഷ്? ശ്രദ്ധിക്കേ. സുഭാഷ്, സുഭാഷ് പറയുന്ന കേക്ക്. വേണ്ട, അവൻ മിനിസ്റ്ററുടെ മകനാ. നിനക്ക് മാത്രമല്ല നമുക്കും പ്രശ്നം. അത് പറയുന്ന കേക്ക്. സാർ ആളെ മനസ്സിലായില്ല, അതുകൊണ്ടാ. പുതുതായിട്ട് ചാർജ് എടുത്തത്, അതുകൊണ്ടാ സാർ. ഈ കാറിന്റെ വില എന്താണെന്ന് അറിയണോ നിനക്ക്? അറിയാൻ ചെയ്തു. നിന്റെ ലൈഫ് ടൈം ശമ്പളമാടാ ഈ കാറിന്റെ വില. പ്ലീസ്, അറിയാതെ പറ്റിയതാ സാർ. എന്താണ് ഞാൻ സംസാരിക്കുമ്പോൾ നീ മിഴിച്ചു നോക്കുന്നത്? ദേഷ്യപ്പെടാതെ. എന്താണ് തുറച്ചു നോക്കുന്നത്? ക്ഷമിക്ക് സാർ, ക്ഷമിക്ക്. ആരോടാ നിന്റെ കളി? ഇവന്റെ പേരെന്താ? നിന്റെ പേരെന്താടാ? സുഭാഷ്. നാളെ എന്നെ ഫോൺ ചെയ്തിട്ട് വന്ന് കാണണം, വന്ന് കണ്ടിരിക്കണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ആരോടാ കളി? സുഭാഷ്, ഞാൻ പറയുന്നേക്ക്. എവിടെ പോ? എന്റെ കാറിന്റെ അടുത്ത് പോലും വരാൻ യോഗ്യതയില്ലാത്ത ഇവൻ എന്റെ കാർ നിർത്തുന്നോ? സാർ ക്ഷമിക്ക് സാർ, പ്ലീസ്. വണ്ടി ബാരിക്കേഡ് മാറ്റി വിചാരിക്കരുത്, ഞാൻ ക്ലിയർ ചെയ്യാം. വണ്ടി എടുക്കും. ഇവര് മാത്രം എന്നെ പിടിച്ചു വെച്ചേക്കുന്നത്? പറഞ്ഞോട്ടേക്ക്. എല്ലാരും പറഞ്ഞോട്ടേക്ക്. നിങ്ങൾ വയ്ക്കോ. പോകാൻ പറ. സുഭാഷ്, ഇവർക്കുള്ളത് പണത്തിന്റെ അഹങ്കാരവും റൗഡിത്തരമൊന്നുമല്ല, പവറാണ്. ഭരണകക്ഷിയിലുള്ളപ്പോൾ നമ്മൾ അവർക്ക് കാവൽ നിൽക്കണം. അഥവാ ഇലക്ഷനിൽ തോറ്റുപോയാലും ജീവൻ ആപത്തുണ്ടെന്നും പറഞ്ഞ് വീണ്ടും കംപ്ലൈന്റ് കൊടുക്കും. അപ്പോഴും നമ്മൾ കാവൽ നിൽക്കണം. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കാവൽ നിന്നാ നമുക്കൊരു വിലയും കൽപ്പിക്കാതെ പോകുന്നത്. ഒബേ ദ ഓർഡർ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഏത് പോലീസുകാരും സ്വയം ചിന്തിച്ചു പോകും. എന്തിന് ദേഷ്യപ്പെടാൻ പോലും അവകാശമില്ല. ശരി, ഞാനൊരു കാര്യം ചെയ്യാം. അവൻ്റെ ഫോൺ നമ്പർ തരാം. രാവിലെ 9 മണിക്കും അതുപോലെ 10 മണിക്കും ഒരു മിസ് കോൾ ചെയ്യും. അവൻ എടുക്കില്ല. രാത്രി ഫുൾ വെള്ളം അടിച്ച് ഉച്ചയ്ക്ക് 2 മണി വരെ കിടന്നുറങ്ങും. ചോദിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ മതി. അഥവാ അറിയാതെ എടുത്ത് എവിടെങ്കിലും വരാൻ പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. എന്താ? താങ്ക് യു സർ. ഓക്കെ സുഭാഷ്, വീട്ടിലേക്ക് പോയിക്കോ.
destination is on the right. എന്റെ അച്ഛൻ ആരാണെന്നറിയാമോ? നിനക്കറിയില്ല? ചെറിയച്ച ഫോൺ. സർ, സുഭാഷിന്റെ ഫ്ലാറ്റ് താഴത്ത് ഞങ്ങളുണ്ട്. ഇവിടെയാ? അതെ അതെ. ആ, ഞാൻ താഴത്തേക്ക് വരാം സർ. ശരിയടാ. ചേട്ടാ, മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സ്വന്തം ഫ്ലാറ്റാണോ സുഭാഷ്? ഇല്ല സർ, വാടകയ്ക്ക് എടുത്തതാ. അച്ഛനും അമ്മയ്ക്ക് ഈ അപ്പാർട്ട്മെന്റ് കൾച്ചറൊന്നും തീരെ ഇഷ്ടമല്ല സർ. ഓ, അതുകൊണ്ട് നാട്ടിൽ സ്വന്തമായിട്ടൊരു പുതിയ വീട് വെച്ചിട്ടുണ്ട് സർ. അടുത്ത മാസം അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയാണ്. സോ അന്ന് വീടൊക്കെ കൊണ്ടുപോയി കാണിച്ചൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക സർ. ഗുഡ്. വലിയ കമ്മിറ്റ്മെൻ്റ് ആണല്ലേ? അങ്ങനെയൊന്നുമല്ല സർ, ഒരു ചെറിയ സെൻറ്റിമെൻറ്റ്. അല്ല സർ, എന്തു പറ്റി രാവിലെ രണ്ടുപേരും കൂടി? ഒന്നുമില്ല സുഭാഷ്, ഇന്നലെ നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ മിനിസ്റ്ററുടെ മകൻ. അവനെ ആരാണെന്നറിയില്ല, ആരും അടിച്ച് ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. അവൻ നീയാണെന്ന് കരുതി നിന്നെന്തെങ്കിലും ചെയ്താലോ?
അതൊന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഓ പക്ഷെ സാർ അവന്റെ ഡിക്കിയിലാരും നല്ല ഉലക്ക കയറ്റിയിട്ടുണ്ട് സാർ. എല്ലാ മീഡിയയിലും സെൻസേഷണൽ ന്യൂസ് അവനാ. നല്ല കാലം സാർ, ആ ഹോട്ടല് എന്തായാലും നമ്മുടെ സ്റ്റേഷന്റെ കൺട്രോളിലല്ല. ആയിരുന്നെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകയാണ്. ഏതാ നമ്മുടെ കൺട്രോളിലുള്ളത്? അതെ സാർ, നമ്മുടെ കൺട്രോളിൽ നമ്മുടെ വൈഫ് പോലും ഇല്ല സാർ. എടോ, സാർ എൻ്റെ വൈഫിന്റെ കാര്യമാണ്. ഞാൻ ഈ കേസ് അന്വേഷിക്കണോ സാർ? എന്തിനത്? നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. കറക്റ്റ് സാർ. നമ്മൾ ചെയ്യേണ്ട കാര്യം വേറൊരുത്തും ചെയ്തില്ലേ? അറ്റ്ലീസ്റ്റ് അവനെ കണ്ടുപിടിച്ചൊരു താങ്ക്സ് എങ്കിലും പറയാലോ സാർ. ആ സാർ, സാർ പറഞ്ഞ സമയമായി. ഞാൻ അവൻ്റെ ഒരു മിസ് കോൾ കൊടുത്താലോ സാർ? മനസ്സിലായി. നിന്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടല്ലേ?